السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل الصحابة الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ ഞങ്ങളിൽ നിന്നിട്ട് വിട്ടുപിരിയുക മുട്ടായിട്ടുണ്ട്. വളരെ ദുഃഖത്തോടുകൂടെ മുസ്ലിമീങ്ങ റമളാൻ്റെ വിദായാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റമളാൻ്റെ നോമ്പ് അത് ഇനിയും പൂർണ്ണമായ നിനക്ക് സ്വീകരിക്കണു ചെന്നിട്ടും അതിലുള്ള ആറക്കുറവുകൾ ഗുണത്തില്ലാണ്ട് പലതും നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മാഫാക്കണോ ചെന്നിട്ടും അതേപോലെ പ്രത്യേകിച്ച് കഷ്ടത്തിലുള്ള പാവത്തങ്ങളായ ആൾമാരുടെ ഒന്ന് നല്ല പെരുന്നാൾ ചെന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷിക്കരുതാണ്. അപ്പോൾ പെരുന്നാളിലുണ്ട് അങ്ങും പൂർണ്ണമായ നിനക്ക് സന്തോഷം ഉൾക്കൊള്ളണം ചെല്ല ഉദ്ദേശത്തിലും ഇതുപോലത്തെ പല ലക്ഷ്യം വെച്ചിട്ടും അള്ളാഹു മുസ്ലിമീങ്ങളിൽ നിന്നിട്ട് കഴിവുള്ള ആൾമാർക്ക് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു അമലാണ് ഫിത്ർ സക്കാത്ത് ചൊല്ലത്. ആ ഫിത്ർ സക്കാത്ത് ഒരു ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് വിഷയമായതുകൊണ്ടിട്ട് ആ വിഷയം ഏത് അമലാക്കുമ്പോൾ അതൊരു വിഷയത്തിൽ നല്ലതുപോലെ പഠിച്ചിട്ട് അമലാക്കുമ്പോൾ അത് നമുക്ക് എത്രമാ കൂലി സമ്പാദിക്കുകയും കൊന്തില്ലാണ്ട് ഭണ്ഡാരക്കുറവിൽ നിന്നിട്ട് പുറത്തു പിറകും വലിയൊരു സഹായമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫിത്ർ സക്കാത്ത് സംബന്ധിച്ചിട്ട് ചുരുങ്ങിയ ടൈമിൽ അവിടെ പോലെ നമുക്ക് പഠിക്കാം. ഫിത്ർ സക്കാത്ത് മഹത്വം ചെന്നിട്ടും ಅದಕ್ಕೆ കൊടുക്കുള്ള അർഹത്തെ കൊടുക്കേണ്ട അർഹത്തെ എന്തെല്ലാം ഉണ്ട് വേണു ചെന്നിട്ടുള്ളേ ആണെല്ലാം കൊടുക്കണം ചെന്നിട്ടുള്ള ആ ഒരു വിഷയവും അതേപോലെ ആരെ പേരിലല്ല ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുണ്ട് ചൊല്ലൊരു വിഷയവും കൊടുക്കൂടെ ആഹാര ഏത് ചെന്നിട്ടും അത് എത്ര കൊടുക്കുന്നു ചെന്നിട്ടും അത് എപ്പോൾ കൊടുക്കണമെന്ന് ചെന്നിട്ടും ഗൾഫ് ഇന്നത്തെ ജാഗയിലുള്ള ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണായ ചില വിഷയങ്ങൾ എന്തിട്ടും അതേപോലെ ഇതുക്കുള്ള ഫർളുങ്ങ ഫിത്ർ സക്കാത്ത് ഫർളുങ്ങ എന്തിട്ടും അതേപോലെ ഇത് ആർക്ക് കൊടുക്കണമെന്ന് ചെന്നിട്ടും ഇങ്ങനെ ഇതിൽ ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് ഫിത്ർ ചെന്നെങ്കിൽ അതിക്ക് പേര് ഫിത്ർ ചെന്നെങ്കിൽ നോമ്പ് തുറക്കട് നോമ്പ് ബുഡ് അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ആ പേര് പിറകുള്ള കാരണമേ റമളാൻ തീരലോട് കൂടെയാണ് ഇത് നിർബന്ധമാവോട് സ്റ്റാർട്ടാവുക. ഇതൊരു നിർബന്ധത്തെ ആരംഭ ടൈം റമളാൻ തീരുമ്പോഴാണ്. അപ്പോൾ റമളാൻ തീരുമ്പോൾ നോമ്പ് തീര് അപ്പോൾ നോമ്പ് മുറിച്ചാൽ പിന്നെ ചില അർത്ഥത്തുകളിൽ അതാണ് ഫിത്ർ സക്കാത്ത് ചൊല്ലത് ആ പേര് ബീക്കുള്ള കാരണം. അതേപോലെ ഫിത്ർ സക്കാത്ത് ചൊല്ലത് മുന്നത്തെ കാലത്തിൽ റസൂലുള്ളാഹി തങ്ങളെ കാണ്ട മുന്നത്തെ കാലത്തിൽ ഇല്ലാത്ത ഫിത്ർ സക്കാത്തുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളായ ഞങ്ങളെ മാത്രം ഫിത്ർ സക്കാത്ത് ചൊല്ലത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തികളായ ഞങ്ങളുടെ പ്രത്യേകതയാണ്. അത് ഞങ്ങളെ പ്രത്യേകതയാണ്. ഞങ്ങൾക്ക് മാത്രം കിട്ടിയ വലിയൊരു എന്താണ് അള്ളാഹു താല തന്നെ ഒരു ഗിഫ്റ്റാണ്. ഫിത്ർ സക്കാത്തുകളുടെ മഹത്വ ധാരാളം മഹത്വമുണ്ട്. ഫിത്ർ സക്കാത്ത് ഇത് തടിയായി ബന്ധപ്പെട്ട സക്കാത്താണ്. ഞങ്ങളെ തടിക്കായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട സക്കാത്താണ്. വേറെ സക്കാത്ത് ഇന്നത്തിലുള്ള സ്വത്തും ആയിട്ട് ബന്ധപ്പെട്ട് തടിയുടെ സക്കാത്ത്. അപ്പോൾ തടിയുടെ സക്കാത്താകുമ്പോൾ അത് ഞങ്ങൾ നല്ലതുപോലെ തന്നെ ആ വിഷയത്തെ ശ്രദ്ധിക്കണോ. പിന്നെ ഫിത്ർ സക്കാത്ത് മഹത്വമായിട്ട് ബഹുമാനപ്പെട്ട വക്കീൽ റളിയല്ലാഹു അൻഹു ചൊല്ലു
സകാത്തുൽ ഫിത്രി ഷഹ്ർ റമളാന കസജിദത്തി സഹ്വിൽ സ്വലാത്തി തജ്ബുറു നഖ്സ സ്വൗം കമാ യജ്ബുറു സുജൂദു നഖ്സ സ്വലാത്തി. ഫിത്ർ സകാത്ത് അത് പരിശുദ്ധമായ റമളാൻ തിങ്ങൾക്ക് അപേക്ഷിച്ചിട്ട് ഫിത്ർ സകാത്ത് നോക്കുകയുണ്ടായെങ്കിൽ നിസ്കാരത്തിലുള്ള സഹ്വുടെ സുജൂദ് പോലെയാണ്. എന്റെ നിസ്കാരത്തെ സഹ്വുടെ സുജൂദ്, നിസ്കാരത്തിൽ വന്ന് പല പോരായ്മകളെ, ചില നിശ്ചയിക്കപ്പെട്ട ചില പോരായ്മകളെ, അതിനു വേണ്ടി യാറക്കോടികളെ ഇത് പരിഹരിക്കണ പോലെ ഫിത്ർ സകാത്ത് ചൊല്ലത് ഒരു മനുഷ്യരെ നോമ്പുൽ ಬಂಡೆ ಯಾರಕೊರಡಿಗಳെ അത് പരിഹരിക്കണേ. ഒന്നു ഗൊന്തില്ലാണ്ട് അറിവില്ലായ്മയിൽ എന്തെങ്കിലും നോമ്പുൽ ಯಾರಕೊರಡಿ ഇന്നത്തെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതിരെ പരിശുദ്ധ ഈ ഞങ്ങളെ ഫിത്ർ സകാത്ത് ചൊല്ലി മഹത്വമേറിയ ഇബാദത്ത് കൊണ്ടിട്ട് പരിഹരിക്കാവൂ. അപ്പ നോമ്പുൽ ಬಂಡೆ കൊറത്തെ ബഗഹരിസുകു അള്ളാഹു നമുക്ക് തന്ന നിയമത്താണ് ഫിത്ർ സകാത്ത് ചൊല്ലത്. ഇന്നൊരു ഹദീസിൽ വ്യക്തമായിട്ട് കണ്ട് അബൂദാവൂദ് റളിയല്ലാഹു അൻഹും ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസാണ്. ഇന്നഹാ തുഹറത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസ്. ഫിത്ർ സകാത്ത് ചൊല്ലത് നോമ്പ് പിടിച്ച ആളുടെ ആ നോമ്പിൽ വന്ന് യാറക്കൊരടിങ്ങ അനാവശ്യമായിട്ടാക്കിയതും ഇന്നിത്ര തപ്പുക എന്തെങ്കിലും നോമ്പ് പിടിച്ചിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് ശുദ്ധീകരിക്കുക ഫിത്ർ സകാത്ത് വലിയൊരു ശക്തി കൊണ്ട് ചെന്നിട്ടും ഹദീസിൽ കണ്ട് ജരീർ റളിയല്ലാഹു അൻഹു തൊട്ടിട്ടു ഇബ്നു ഷഹീൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസിൽ കണ്ട് ശഹ്റു റമളാന മുഅല്ലഖും ബൈന السماء والأرض لا يرفع إلى الله تعالى إلا بزكاة الفطر. പരിശുദ്ധമായ റമളാൻ തിങ്കൾ അത് ആകാശം ഭൂമിയുടെ ഒരു ഇടൽ ബന്ധാക്കിയിട്ട് ഇങ്ങനെ കിട്, ആകാശം ഭൂമിയുടെ ഇടയിൽ ബാക്കിയായിട്ട് ഇങ്ങനെ കിട്. ലാ യുർഫഉ ഇലല്ലാഹി തആല അല്ലാഹു തആലയിലേക്ക് അതിനെ ഉയർത്തണുണ്ടായെങ്കിൽ, അല്ലാഹു തആലക്ക് അതിനെ ഉയർത്തപ്പെടുന്നുണ്ടായെങ്കിൽ ഇല്ലാ ബിസകാത്തിൽ ഫിത്ർ, ഫിത്ർ സകാത്ത് കൊടുത്തിട്ടാവണോ. ഫിത്ർ സകാത്ത് കൊടുക്കാണ്ടേ അല്ലാഹുടെ ഭാഗത്ത് ഉയർത്തപ്പെടല. അപ്പൊ റമളാനിൽ ഞങ്ങൾ പഠിച്ച നോമ്പുക ഇത് വ്യാഖ്യാനിച്ച് ബഹുമാനപ്പെട്ട ഇമാമീങ്ങ ജമലും അതുപോലെ തന്നെ ഷർവാനി പോലത്തെ ഇമാമികൾ കിതാബിൽ ഉദ്ധരിക്കാറ് ഈ വിഷയത്തിൽ ലാ യതിമ്മു ലഹു ജമീഉ മാ റുത്തിബ അലാ സൗമി റമളാന മിന സവാബി വഗൈരിഹി. പരിശുദ്ധമായ റമളാൻ മാസത്തെ നോമ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിഫലവും അതുപോലത്തെ അതുമായി ബന്ധപ്പെട്ട ഇന്നിത്ര വിഷയങ്ങൾ ഇത് ഒരു മനുഷ്യർക്ക് പൂർത്തിയാവുന്നുണ്ടായെങ്കിൽ ഇല്ലാ ബി ഇഖ്റാജി സകാത്തിൽ ഫിത്രി, ഫിത്ർ സകാത്ത് പുറപ്പെടുവിച്ചിട്ടാവണോ. ഫിത്ർ സകാത്ത് പുറപ്പെടുവിക്കാണ്ട് എന്താവില്ല, ഫിത്ർ സകാത്ത് പുറപ്പെടുവിക്കാണ്ട് ഒരു മനുഷ്യക്ക് അവന്റെ ഈ അമലുക അവന്റെ നോമ്പുമായി ബന്ധപ്പെട്ട അമലുകൾ പൂർത്തിയാവുകയില്ല. പരിശുദ്ധ റമളാൻ നന്നാക്കിയ അമലിന് റമളാൻ നോമ്പെടുക്കൂലി ഇതെല്ലാം നിങ്ങൾക്ക് അല്ലാഹുവിനെ മുട്ട പൂർണ്ണമായ പ്രതിഫലാർഹമായിട്ട് നിങ്ങൾക്ക് കിട്ടണുണ്ടായെങ്കിൽ അതുക്ക് ഫിത്ർ സക്കാത്തിനെ കൊടുത്തിട്ട് വിടണോ. അപ്പം സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ട്, എന്തിനുണ്ടായെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കൂ ആവാത്തി ആൽമാർ, അഥവാ അങ്ങക്ക് കഴിവില്ല, സാധ്യമില്ല, കൊടുക്കുകയാവില്ല. അപ്പം അങ്ങനെ അമലും അള്ളാഹു എന്താക്കില്ലേ, ബാക്കി വീക്കലമാ, അപ്പം അങ്ങനത് സ്വീകരിക്കില്ലേ. ಅದಕ್ಕೆ ಬಹುಮಾನಪಡ ಶರ್ವ ಇಮಾಮ್ ರಲಿಯಲ್ಲಾಹು ಉತ್ತರ ಕೊಡ್ತೊಂಡು ಬಿನ್ನಿಸ್ಬತಿ ಲಿಲ್ ഖാദിരി അലൈഹൽ മുഖാതബു ബിഹാ അൻ നഫ്സിഹി. ഈ വിഷയം ഇത് സാധ്യമുള്ളവനാണ്. ഈ വിഷയം ഇത് സാധ്യമുള്ളവനാണ്. ഈ വിഷയമുണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ സാധ്യമുള്ളവനാണ്. ഈ വിഷയമുണ്ട് അല്ലാത്തവൻകു അള്ളാഹു അവൻ്റെ അമൽ സ്വീകരിക്കലേക്ക്, അവൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട അമൽ സ്വീകരിക്കലേക്ക് ഇത് വേണ്ടില്ല. അതേപോലെ ഒരു കുടുംബത്തെ ആൽമാരെ സക്കാത്ത്, ആ കുടുംബത്തെ നാഥൻ, ആ കുടുംബത്തെ യജമാന ഓർത്തില്ലെങ്കിൽ ആ കുടുംബത്തങ്ങളെ അമൽക്കും ഇതേപോലെ സ്വീകരിക്കലേക്ക് തടസ്സപ്പെടാണ് ചോദ്യമുണ്ട്. അതുക്കും ബഹുമാനപ്പെട്ട ഷൗബരി ഇമാം റളിയല്ലാഹു അൻഹും ബർമ ഇമാം റളിയല്ലാഹു അൻഹു തൊട്ടിട്ട് ബുജൈരി റളിയല്ലാഹു അൻഹു ഉല്ലേഖാക്കിയിട്ട് ചൊല്ലു, അങ്ങക്ക് അത് ബാധിക്കില്ല, അങ്ങനെ കുറത്തില്ല, അങ്ങനെ ഭാഗത്തിൽ കുറത്തില്ല. അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ അമൽ റമളാന്റെ അമൽ സ്വീകരിക്കലേക്ക് അത് പൂർണ്ണ പ്രമാണത്തിൽ പ്രതിഫലിക്കട്ടേക്ക് തടസ്സാവില്ല. ഏതായെങ്കിലും അതൊരു സംശയത്തിന് ഉത്തരാണ്. ഏതായെങ്കിലും പരിശുദ്ധമായ റമളാൻ നോമ്പുടെയും റമളാനുമായി ബന്ധപ്പെട്ട അമൽ പൂർണ്ണമായ സ്വീകാര്യാവുകയിലെ വലിയൊരു കാരണമാണ്
ഫിത്ർ സക്കാത്ത് ചൊല്ലത്. ഫിത്ർ സക്കാത്ത് കൊടുക്കുക ആർക്കെല്ലാം നിർബന്ധമുണ്ടോ ചൊല്ലൊരു വിഷയം നമുക്ക് ഇനി പഠിക്കാം. ഈ വിഷയത്തിൽ കുറെ തപ്പുധാരണയുണ്ട്. ഫിത്ർ സക്കാത്ത് കൊടുക്കുക വലിയ പൈസ വേണമെന്ന്, ധാരാളം പൈസ വേണം, പൈസ മാത്രം കൊടുക്കണോ ചെന്നിട്ടുള്ള ഒരു ധാരണ ഉണ്ട്. പക്ഷേ ഫിത്ർ സക്കാത്ത് ചൊല്ലത് അങ്ങനത്തതല്ല. യാരത്തങ്ങ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമായിട്ട് കിടാറ് യാരത്തങ്ങ. ചിലപ്പോൾ സക്കാത്ത് എടുക്കടെ അർഹത്തുള്ളെങ്കത്തെ ഫക്കീർ അതുപോലത്തെ പലരും ഫിത്ർ സക്കാത്ത് കൊടുക്കുക അങ്ങ് അർഹപ്പെട്ടിരിക്കുകയാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കുക കൊടുക്കുക അങ്ങനെ അങ്ങനെ മേലെ ബാധ്യതയായിട്ടിരിക്കും. എടുക്കുക അർഹത്തിക്കുന്ന ടൈമിൽ കൊടുക്കുകയും അങ്ങ് ബാധ്യസ്ഥാനമാരായിട്ടിരിക്കുക. അർഹത്ര വിഷയത്തിൽ ചുരുക്കി ചൊല്ലേണ്ടായെങ്കിൽ ഒരു മനുഷ്യക്ക് പെരുന്നാളിലെ അണ്ടത്തെ മോന്തി തോന്നും. അതായത് പെരുന്നാളിലെ ആ ജാവും പെരുന്നാൾ മാതകാലൻ്റെ ആ ജാവുണ്ടല്ലോ, ആ മുന്നത്തെ ജാവും പെരുന്നാൾ അണ്ട് മോന്തി തോന്നത്തെ ആഹാര വൃത്തിട്ടുണ്ട്. അതേപോലെ അവങ്കു യോജിച്ച് ഡ്രസ്സുമുണ്ട്. അതേപോലെ അവങ്കു യോജിച്ച് ഒരു അവവുമുണ്ട്. ഒരു അവ അത് വാടികരവായെങ്കിലും തൊന്തരില്ല, ഒരു മനുഷ്യരുണ്ട്. അതേപോലെ ആഹാരവും ഈ ചെന്ന വിഷയത്തിൽ ചിലവ് കൊടുക്കാൻ നിർബന്ധമായ ഉണ്ട്. പെഞ്ഞായി മക്ക അബ്ബ ഉമ്മ അതുപോലെ ഓങ്ക് ചിലവ് കൊടുക്കാൻ നിർബന്ധമായ അങ്ങനെ ആഹാരവും അങ്ങനെ ഡ്രസ്സും അങ്ങനെ താമസിക്കുള്ളവ അതുപോലെ അവത്തിലും താമസിക്കണം അത് കൊണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിരകാണ്ടിയപ്പുറം ബാക്കി കൊണ്ടിട്ട പൈസമ ഇന്നിത്ര അത് ആഹാരമായിട്ടുള്ള വസ്തുക്കമ ഏതായെങ്കിലും സമം കൊണ്ടിട്ട ഉണ്ടുണ്ടായെങ്കിൽ എപ്പാ പെരുന്നാളിലെ പെരുന്നാളിലെ മകരിബ് ചെന്ന് പെരുന്നാളിലെ മുന്നിൽ തണ്ടിത്ത മകരിബ് ആ മകരിബ് ടൈം ആകുമ്പോൾ കൊണ്ടിട്ട എന്താണ് ഇത്രയും വിട്ടിട്ട് ഈ ചെന്ന വിഷയം വിട്ടിട്ട് ബാക്കി കൊണ്ടിട്ട പൈസമ അല്ലെങ്കിൽ ഏതാ കൊണ്ടിട്ട ഇന്നെങ്കിൽ എന്താക്കണു അതിൽ ഫിത്ർ സക്കാത്തിൽ അറിയെടുത്തിട്ട് സക്കാത്ത് കൊടുക്കുക ഓണു നിർബന്ധമായിട്ടിക്കട്. അപ്പോൾ അർഹത്തക്ക് വലിയ അർഹത്താവണു വലിയ അർഹനാവണമെന്നൊന്നുമില്ല. അപ്പോൾ സാധാരണ ഇത് ഇത്രയും അതായത് ഈ ചെന്ന വിഷയം എന്നാൽ രണ്ടത്ത് ആ ഒരു ആഹാരം വിട്ടിട്ട് എക്സ്ട്രാ ഒരു പൈസമ അല്ല വേറെന്ത് വസ്തുവായിട്ട് ഒരുത്തരുടെ സാമാന്യമായിട്ട് ഇക്കട് അവ ഇക്കട് സാധാരണയായിട്ട് വാടികരാവത്തിലാക്കി ഇക്കിടാറ്. അത് കഴിഞ്ഞിട്ട് സാധാരണ എക്സ്ട്രാ ആയിട്ട് കൊണ്ടിട്ട് എന്തുണ്ട് പൈസ ഉണ്ട് എന്നെങ്കിൽ പൈസ ഉണ്ടില്ല വേറെ ഏതിന്നെങ്കും ഉണക്ക് എന്താക്കാം ഉണക്ക് ആ ഫിത്ർ സക്കാത്തിൽ അറിയെടുത്ത വന്ന് കൊടുക്കുക ഉണക്ക് നിർബന്ധമായിട്ട്. ഒരു മനുഷ്യർ ഫിത്ർ സക്കാത്ത് കൊടുക്കുക നിർബന്ധമായിട്ട് എന്നെങ്കിലും ആരെ പേരിലുള്ള ഫിത്ർ സക്കാത്ത് കൊടുക്കണം അത് പഠിക്കാം. ഒരു മനുഷ്യർക്ക് കുടുംബബന്ധാന്ന് ചൊല്ലുന്ന നിലക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായ അതേപോലെ പെഞ്ഞായി ചൊല്ലുന്ന നിലക്ക് ചിലവ് കൊടുക്കാൻ നിർബന്ധമായ അങ്ങനെ പേരുള്ള ഫിത്ർ സക്കാത്ത് കൊടുക്കുക നിർബന്ധമാണ്. കുടുംബബന്ധ ചൊല്ലുന്ന നിലക്ക് ചൊല്ലേണ്ടായെങ്കിൽ രക്തബന്ധ ചൊല്ലുന്ന നിലക്കാണ്. കുടുംബബന്ധം കൊണ്ട് ഉദ്ദേശിച്ച രക്തബന്ധം, പെഞ്ഞായി ചൊല്ലുക വിവാഹിക ബന്ധം. അങ്ങനെ ആ രക്തബന്ധത്തിലൂടെ നിർബന്ധം അവിടെ ഒന്നുകൊണ്ട് അബ്ബ ഉമ്മ, പിന്നെ കൊണ്ട് മക്ക, അതേപോലെ അജ്ജ അജ്ജിമാർ പുള്ളിമാർ. പക്ഷെ അങ്ങനെ വേറെ ആറ് ചിലവ് കൊടുക്കുന്ന ഇല്ലാണ്ടായെങ്കിൽ അങ്ങനെയാണ് പണ്ടത്. അപ്പം അങ്ങനെ ഒരു മനുഷ്യക്ക് എന്താണ് ചിലവ് കൊടുക്കുന്ന നിർബന്ധം അവിടെ ആയതിൽപ്പെട്ടത്. അതേപോലെ പെഞ്ഞായി ഇതിലെ പേരെല്ലാം എന്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക ഒരു മനുഷ്യക്ക് നിർബന്ധമാണ്. ഇനി മക്ക സ്വന്തമായിട്ട് അങ്ങക്ക് നയിക്കുകയാവുടു നയിച്ചുകൊണ്ടുള്ളവർ അല്ലെങ്കിൽ നയിക്കടെ കഴിവ് ശക്തി അങ്ങോട്ടുണ്ട്. അപ്പോൾ ഓണെന്താണ് ചിലവർക്ക് നിർബന്ധമായെങ്കിൽ പെടില്ല എന്നുണ്ടായെങ്കിൽ ആ ടൈമിൽ വലിയ മക്ക. അപ്പോൾ അങ്ങനത്തെ ടൈമിലല്ല അങ്ങനെ പേരിൽ ഓണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക ബാധ്യത വേണ്ടില്ല. പക്ഷെ അങ്ങനത്തെ ഓർക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമല്ലാത്ത മക്ക ഇതുപോലത്തെ ഫിത്ർ സക്കാത്ത് ഓണ് കൊടുക്കുന്നുണ്ടായി അങ്ങനെ സമ്മതെടുക്കുന്നു. ഞങ്ങളുടെ ഒരേ ഔത്തിൽ ചോറിനുടെ എപ്പം ഞങ്ങൾ ഒരേ ഔത്ത് ഒരേ അരി അർത്ഥമുണ്ട് ഒരേപോലെ ഉണ്ണുടെ അത് കണക്കെന്തുമില്ല.
ചിലപ്പോൾ അപ്പുറത്തെ പൈസ ആയിട്ടിരിക്കും. ഇപ്പോൾ മോൻ വലിയ അപ്പം ചില പൈസ ഉള്ളത് കൊണ്ട് കൊടുത്തോണ്ട് പിടിച്ചോണ്ടിരിക്കൂ. അതെല്ലാം മസാലിക്കൂ അങ്ങനെ ഇന്നെങ്കും അങ്ങനെ ലൗത്തിലുള്ള സാധനം ആക്കി വേണ്ടിക്കൂ. അതിന്നെങ്കും ഫിത്ർ സക്കാത്തിലൂടെ ഇങ്ങനത്തെ ചിലവ് കൊടുത്ത നിർബന്ധമില്ലാത്ത മക്ക അതുപോലത്തെ അങ്ങനെ പേരിൽ ഞങ്ങൾ എന്താക്കണം, അങ്ങനെ പേര് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുണ്ടായെങ്കിൽ എന്തായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ സമ്മതം എടുക്കണം. 2-3 അതില്ല, സമ്മതം എടുക്കണം. സമ്മതം എടുത്തിട്ട് എന്താക്കണം കൊടുക്കോ തീരാണ്ടില്ല. അങ്ങനെ സമ്മതം എടുത്തിട്ട് എന്താക്കണം കൊടുക്കണോ. ഇനി ഈ മക്ക ഉദാഹരണം മക്കയുടെ വിശേഷം ഉണ്ടായെങ്കിൽ ഒരു കിടാവ് ഞങ്ങൾ റമദാൻ ഷവ്വാലിലെ മാതകാണ്ട് അല്ലെങ്കിൽ ഷവ്വാലിൻ്റെ ഒന്നുകൂടെ ആ ജാവുടെ അതാണ് ഞങ്ങളുടെ മർമ്മം വിഷയം. പെരുന്നാൾ ജാവുകളുടെ റമദാൻ്റെ ലാസ്റ്റിയും പെരുന്നാളിൻ്റെ ആരംഭ അതൊരു ജാവ്, അതാണ് ഞങ്ങളുടെ മെയിൻ പോയിന്റ്. ആ ടൈമാണ് ഞങ്ങൾക്ക് മെയിൻ വിഷയമുള്ളത്. അപ്പോൾ ആ ടൈമിൽ ആരുന്നാറാ ആ ഷവ്വാലിൻ്റെ ആരംഭ ഷവ്വാൽ ആരംഭ പെരുന്നാളിലെ ചാവും, പെരുന്നാളിലെ മുന്നത്തെ ചാവും. പെരുന്നാൾ ഇപ്പോൾ 4 പെരുന്നാളുണ്ടായെങ്കിൽ ഉണ്ട് ആ ചാവും. അപ്പം ആ ടൈമിലും ആറുള്ളാറാ അങ്ങനെ പേരിലാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക നിർബന്ധമുള്ളത്. അപ്പോൾ അതിൽ തുടർന്നിട്ട് ഈ വിഷയം മനസ്സിലാക്കി പിന്നെ സുലഭാണ്. ഒരു കിടാവും മഗ്രിബിൽ പിന്നെ പെത്തത്ത്, ഒരു കിടാവിടെ പെറ്റ മഗ്രിബിൽ പിന്നെയാണ് പെരുന്നാളിൻ്റെ ചാവുകർ 10 കണ്ടേ പെറ്റ് മഗ്രിബിൽ കഴിഞ്ഞിട്ടിക്കള് എന്തെങ്കിൽ ആ കിടാവിടെ പേര് ഫിത്ർ സക്കാത്ത് കൊടുക്കണം വേണ്ട, സുലഭാണ്, അത് വേണ്ട. അതേപോലെ ഒരു റമദാൻ്റെ ലാസ്റ്റ് നാള് മഗ്രിബ് മുന്നലായിട്ട് എന്തായിട്ട് ഒരു 5 ഗಂಟೆ ഒരു 6 ഗಂಟೆ ആ ടൈമിൽ മഗ്രിബ് മുന്നലായിട്ട് എത്തിത്തൊരു കിടാവിടെ. അപ്പോൾ ആ കിടാവും മഗ്രിബിൽ പിന്നെ തോളുണ്ട്, മഗ്രിബിൽ പിന്നെയും ആ കിടാവുണ്ട്. എന്നിട്ടെങ്കിൽ ആ കിടാവിടെ പേര് ഫിത്ർ സക്കാത്ത് കൊടുക്കുക നിർബന്ധമാണ്. ആ കിടാവിടെ പേര് ഫിത്ർ സക്കാത്ത് കൊടുക്കുക നിർബന്ധം. ഇനി മഗ്രിബിൽ പിന്നെ മരിച്ച ഒരാൾ മഗ്രിബിൽ പിന്നെ ഒരാൾ മരിച്ചിട്ട് മുന്നോലിനത്ത് മഗ്രിബ് തോലിനത്ത് മരിച്ചപ്പ ഒരു ജാവ് 8 കണ്ടെങ്കിൽ എന്നെങ്കിൽ അയാളുടെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അയാളുടെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധം. കാരണം മഗ്രിബ് ടൈമിലിനത്ത് അങ്ങനെയാണ് മുസ്തലബുണ്ട്. ഇനി പഠിക്കുകയുള്ളത് ഫിത്ർ സക്കാത്ത് കൊടുക്കണായ വസ്തു എന്ത്, ഫിത്ർ സക്കാത്ത് കൊടുക്കണായ വസ്തു എന്ത്, ആരെ പേരിൽ കൊടുക്കൂടെ അങ്ങനെ റായത്ത് യാറത്തിനുടെ ആഹാര വസ്തു. അതിപ്പോൾ ഞങ്ങളുടെ റായത്തിലുള്ള സാധാരണ ഇത് തിന്നടെ അരിയാണ് തിന്നട്. അപ്പോൾ സാധാരണ ഞങ്ങളുടെ റായത്തിൻ്റെ പോലത്തെ അരി അതുപോലുള്ള കൊടുക്കുക. ഓരോരോ റായത്ത് ಹೊಂದಿട്ടാണുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ റായത്ത് ഇപ്പോൾ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള യാറ് ജോളമ അല്ലെങ്കിൽ ഞങ്ങളുടെ റായത്തിൽ റാഗിയ അതെല്ലാം തിന്നിട്ട് ഞങ്ങൾക്ക് റെഡിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താക്കും, ഞങ്ങൾക്കത് വേണം. ഞങ്ങളുടെ റായത്ത് യാരത്തെ ആൾമാർ തിന്നിട് ആഹാരമാണ് ഞങ്ങൾ ഉണ്ടാക്കണത് കൊടുക്കണത് അരി. അപ്പോൾ അരി ചൊല്ലുമ്പോൾ അത് ഏതോ അരിയോടും ചോറരി, പച്ചരി, ബെൽത്തരി, കടുസമ്പർ അതുപോലെ ഇനിയിപ്പോൾ എന്തിനാ നെയ്ച്ചോറരി, ബിരിയാണി അരി ഏതരിയും കൊടുക്കാം. ഏതും ആവുടും അരി കൊടുക്കൂടെ അരി. ഇനി ഗൾഫിലെ ഞങ്ങളുടെ കുടുംബത്തെ ഇവിടെ ഗൾഫിലുള്ള ഒരു മാപ്പിള ഗൾഫിലുള്ള അപ്പോൾ 5000 മക്കളെ ഫിത്ർ സക്കാത്ത് ഈ റായത്തിലാണ് കൊടുക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഉഡ് ആഹാരമാണ് കൊടുക്കുന്നത്. ഉഡ് ആഹാരമാണ് അയാളെ ഫിത്ർ സക്കാത്ത ഗൾഫിലുള്ള ആള് അയാളെ ഫിത്ർ സക്കാത്ത അവിടെയാണ് കൊടുക്കുന്നത്. എന്നെങ്കിൽ ഔഡ് മികച്ച ആഹാരമാണ് നോക്കുന്നത്. അതുപോലെ വ്യക്തി ഞങ്ങളുടേത് ഞങ്ങളുടെ വീട്ടിലേത് അങ്ങനെ നോക്കിയിട്ടുള്ള റായത്ത് മികച്ച ആഹാര വസ്തുവായിട്ടിക്കൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കണമായത്. ഇനി കൊടുക്കൂടെ ഈ ധാന്യ അതും ഞങ്ങൾ ശ്രദ്ധിക്കണം. കൊടുക്കൂടെ ധാന്യ നല്ല ക്ലീനായ ആഹാര വസ്തുവായിട്ടിക്കണം, നല്ല കറക്റ്റുള്ള ആഹാര വസ്തുവായിട്ടിക്കണം, കുറത്തേക്ക് കൊതിര. അപ്പോൾ ഞങ്ങളുടെ ചൊല്ല് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫത്ത് ചൊല്ലത് അൽ ഹബ്ബു സലീമു മിൻ ഐബി യുനാഫി സ്വലാഹിയത്തൽ ഇദ്ഖാരി വൽ ഇഖ്തിയാതി. അതിരെ ആ ധാന്യ ನಾವು കൊടുക്കಡೆ ആ ധാന്യ അരി അത് ഉദാഹരണം ഇപ്പോൾ അരി ഉണ്ടെങ്കിൽ വെച്ച അപ്പോൾ അരി ഉണ്ടായെങ്കിൽ അത് എന്തായിരിക്കും അതിരെ എടുത്തു ഉപയോഗിക്കുകയാവണു ചോറുണ്ടാകും. അത് അപ്പത്ത് അതിരെ അപ്പാക്കിട്ട ചോറാക്കിട്ട് ഉണ്ടാകും അപ്പത്തേക്ക് ആവണം. അപ്പോൾ ഓർക്കത്ത് ഇപ്പോൾ ഉണ്ടാവിടും പിന്നെ ഇത് എടുത്തു വയ്ക്കാവില്ലേ അതാവല. അപ്പോൾ അത് അതിലെടുത്തപ്പോൾ അത് ഓപ്പോസിറ്റ് എന്തിനുള്ള പണ്ട് എന്നെങ്കിൽ കുറത്തുള്ളത് പുൽകുത്തിയത് നനഞ്ഞത് നനഞ്ഞിട്ടുണ്ട് ചണ്ടി ആയിട്ടുണ്ട് അതാവില്ലേ.
അതേപോലെ പണ്ടത് ഓൾഡ് സ്റ്റോക്ക് അതിന്റെ കളർ ചേഞ്ച് ആയിട്ട്, രുചി ചേഞ്ച് ആയിട്ട്, അതെ മണ ചേഞ്ച് ആയിട്ട്, ഇതുപോലത്തതല്ല, ഇതേതുപോലെ ഇത് കുറച്ചുണ്ട്. അപ്പൊ അങ്ങനത്തെ നോക്കണം. അങ്ങോട്ട് വസ്തു കൊടുക്കുമ്പോൾ ആ അരി എങ്ങനെ ഉണ്ട് എന്തിനാ നോക്കണം. ഇല്ലെങ്കിൽ ആവില്ല. അതൊരു ഷർത്താണ്, കണ്ടീഷനാണത്. ആ അരിയുടെയും ഇതില് കണ്ടീഷനാണത്. പിന്നെ അരി കൊടുക്കുമ്പോൾ ഉള്ളയിൽ നല്ലതായ അരിയെ കൊടുക്കണം. അങ്ങനെയാണ് മിൻഹാജും തുഫയും ഷർവാനിയും ഇതുപോലത്തെ പല കിതാബുകളും നോക്കി മനസ്സിലാക്കുമ്പോൾ കൊന്തവിടെ വിഷയം. ഉള്ളതിൽ നല്ലത് കൊടുക്കും, മുന്തിയ കൊടുക്കും. അരിയിൽ തന്നെ നല്ല ക്വാളിറ്റി അരിയെ കൊടുക്കും, ഒരു ക്വാളിറ്റി കുറക്കത്തില്ല. അപ്പൊ അതിലെന്താവും നമുക്ക്? അപ്പൊ യാറെ കൂലി കിട്ടും, അത് യാറെ കൂലി കിട്ടില്ല. അന്നഹൂസാദ ഖൈറൻ, ബഹുമാനപ്പെട്ട റംലി ഇമാം ചൊല്ലു, ലി അന്നഹൂസാദ ഖൈറൻ, നല്ലത് കൊടുക്കുമ്പോൾ ഖൈർ യാറാക്കിയ അവന് ഖൈർ യാറാക്കിയ അവർക്ക് കൂലി യാറെ കിട്ടും. അപ്പൊ നല്ലതേ കൊടുക്കുന്ന ലോ ക്വാളിറ്റി നോക്കണല്ല. അതേപോലെ നെയ്ച്ചോരരി, ബിരിയാണി അരി അത് കൊടുത്ത് ഇനിയും ആരും ഉപകാരമാവും. സാധാ അരി സാധനം എല്ലാവരും കൊടുക്കൂടാറ്, നെയ്ച്ചോരരി ബിരിയാണി എല്ലാവരും കൊടുക്കൂല. അപ്പൊ അഷറഫായ ഉന്നതമായ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂലിയാറെ കിട്ടും. ഏതിലും അങ്ങനെയല്ലേ, നല്ലത് കൊടുക്കുമ്പോൾ കൂലിയാറാണ്. അപ്പൊ ചെറിയൊരു വ്യത്യാസിക്കും ആയെങ്കിലും ഞങ്ങളെ തടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ പെഞ്ഞായ്മക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു അപൂർവത്ത് വർഷത്ത് കൊടുക്കുന്നതല്ലേ. അപ്പൊ ആവുടങ്ങ ഇപ്പൊ പാവത്തങ്ങ നല്ല സൗകര്യം പോലെ ആവുടങ്ങ എന്താക്കണോ ഇത് കൊടുത്ത നല്ല അരി, നല്ല ക്വാളിറ്റിയുടെ നെയ്ച്ചോരമ ബിരിയാണി അങ്ങനത്തെ അരിയേ കൊടുക്കുന്നു. അപ്പൊ അതിനങ്ങ് നല്ലതുപോലെ ശ്രദ്ധിക്കണോട്. പിന്നെ അതിപ്പോ ഇപ്പൊ ഒരു സ്വാവിന്റെ ചൊല്ലുകളുള്ള ഒരു കാരണം അതാണ്. ഒന്നിനങ്ങ് പെരുന്നാളുണ്ടെങ്കിൽ നല്ലൊരു ആഹാരത്തിനോട് ഒരു ഉദ്ദേശം അങ്ങ് പെരുന്നാൾക്ക് പാവത്തെങ്ക് പെരുന്നാളുണ്ട് ഒരു കുറത്താവത്തീര അങ്ങ് കൊസിയാവണം. ഇത് ഹാറ് സുറൂർ അങ്ങ് കൊസി അങ്ങനെ മനസ്സുകൊണ്ടാക്കിയെടുക്കുക, അതാണ് ഉദ്ദേശം. അപ്പൊ നല്ല നല്ല അരി കൊടുക്കുമ്പോൾ അങ്ങ് കൊസിയാറുണ്ട്. പിന്നൊന്നും അങ്ങ് എന്തായിട്ടിക്കണോ അങ്ങക്ക് ഒരു ഒരു നാള് പുറത്തേക്ക് ജീവിക്കുക, പുറത്തേക്ക് തിന്നു കൊടുനാളത്തേക്ക് ഒരു എന്താണ് 2 കിലോ 600 പേരുണ്ടില്ല. ഒരുത്തക്ക് அவங்க ഇത്ര മയ്യാവും, ഒരു കൊറിയ മയ്യാവും. അങ്ങനത്തെ യാരെന്ത് കൊടുത്ത് അവൻ ഇനിയും കൊറിയ നാളെ കുശിലിക്കണുണ്ട്. അപ്പൊ കൊശിയാണ് ഇത് ഉദ്ദേശം. അപ്പൊ കുശിയാവുണ്ടെങ്കിൽ കുശി ബണ്ട പോലത്തെ ഒരു നല്ലൊരു അതാക്കണോ ഇത് കൊടുക്കണോ, ആ വസ്തു അതുപോലത്തെ കൊടുക്കണം, നല്ലതാണ്. അതേപോലെ ഇനിയൊരു വിഷയമുണ്ട്. എന്താക്കുണ്ടായെങ്കിൽ പൈസ കൊടുക്കുന്ന ആദത്ത്, ബുദ്ധി, എല്ലാത്തും ബുദ്ധി, ദീനിലും ബുദ്ധി, എല്ലാം യുക്തി കൊത്തിട്ടു. എന്ത് ഇത്ര അരി കൊടുക്കടേ, അരി കൊടുത്തിട്ടു അതിന്റെ ബദൽ പൈസ കൊടുത്താൽ മയ്യാവില്ല. എത്ര കഷ്ടമല്ല, എടുത്ത പോണു, എടുത്ത പറഞ്ഞു അരി കൊടുത്തിട്ട് അരി എന്താക്കട പൈസ കൊടുത്തിട്ട് വേറെന്തോ ആക്കുമല്ലേ, അങ്ങനത്തെ കുറെ ബുദ്ധി. ഇതിക്ക് ബുദ്ധി യൂസ് ആക്കുകയില്ല. അരി കൊടുത്തെങ്കിൽ അരിയുടെ അവർക്ക് എടുത്ത് വീക്കല്ല, ഈ കലിച്ച് നല്ല അരി കൊടുക്കണോ, എടുത്ത് വീക്ക് അവിടെ പോലത്തെ അരി കൊടുക്കണോ, അങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ അവൻ ബിക്കല്ല എടുത്ത് പോയിട്ട് അവൻ പോകും. അരി എടുത്തോണ്ട് ആൾക്കും ബിക്കല്ല, ബിക്കടേക്ക് തോന്നരുന്നില്ലല്ലേ. അപ്പൊ ഞങ്ങൾ ബിസിയാണ്, ഞങ്ങൾ ബിക്കോ തീരാ, ഞങ്ങൾ അരി കൊടുക്കൂടെ, അരിയെ കൊടുക്കണോ, പൈസ കൊടുത്തെങ്കാവില്ല. അത് 6 പേരും ചൊല്ലിട്ട് ഏത് പുതിയ ആശയത്തോമ്പൻ ചൊല്ലിട്ട് പൈസ കൊടുത്തെങ്കാവില്ല. ഷാഫി മദ്ഹബിയുടെ പ്രബലമായ കിതാബുകൾ എല്ലാത്തിലും ചെന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ വ്യക്തമായി ചൊല്ലു, ഫലാ തുജ്സു ഖീമത്തുൻ. തുഹ്ഫത്തുൽ മുഹ്താജിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഫലാ തുജ്സു ഖീമത്തുൻ, പൈസ കൊടുത്തെങ്കാവില്ല. തുഹ്ഫത്തെ 3-ാം വാല്യം 324 വിഷയമുണ്ട്. അതേപോലത്തെ ഷാഫി മദ്ഹബിന്റെ ഒരു പ്രബല കിതാബായ നിഹായത്തിലുമുണ്ട്. അതേപോലെ മുഗനിലുമുണ്ട് ഈ വിഷയം. എന്നിട്ട് ചൊല്ലു അതിലെല്ലാം ചൊല്ലു, ഷർവാനിയിലും ചൊല്ലു. അതുപോലെ അലീഷ് ഇബ്രാഹിം ലസിയും ചൊല്ലു. എത്ര കിതാബുകൾ ഇത്തിഫാഖ് നമ്മളെ മദ്ഹബിൽ ഇമാമിങ് ആ വിഷയത്തിൽ ഇത്തിഫാഖാണ്. ഇമാമിങ് ആ വിഷയത്തിൽ നമ്മളെ മദ്ഹബിൽ ഇത്തിഫാഖാണ്. ഷാഫി മദ്ഹബിയുടെ വിഷയമാണെന്ന് വെച്ചോണ്ടില്ലേ, ഷാഫി മദ്ഹബ് പ്രകാരം അമലാക്കട്. അപ്പൊ അത് ഇത്തിഫാഖാണ് ആ വിഷയത്തിൽ. അപ്പൊ ആയതുകൊണ്ട് പൈസ കൊടുത്തെങ്കാവില്ല. ഇറച്ചി കൊടുത്തെങ്കോട് അരബതിൽ ഇറച്ചി കൊടുത്തെങ്കാവിടെ ഇല്ല, അരബതിൽ ഇറച്ചി കൊടുത്തെങ്കാവില്ല. അരിയായിട്ടേ കൊടുക്കണോ, അത് ഇറച്ചി കൊടുത്തെങ്കാവില്ല. ഞങ്ങളുടെ ഇറച്ചി ധാന്യങ്ങളെ ധാന്യം പോലെ അങ്ങനെ യൂസ് ആക്കില്ല, ഇറച്ചി കറിയായിട്ടാണ് യൂസ് ആക്കടേ, അതാവില്ല. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരിയിലൊട്ടിക്ക് ഇത് നെയ്യും മതി ഇത് എല്ലാം അതെല്ലാം എത്ര കൊടുക്കാം. അരിയായിട്ടേ ആയിട്ടിക്കണം. അരിയുടെ ആ പ്രമാണം 2 കിലോ 600 കൊടുക്കുന്നുണ്ട്, അത് പ്രമാണമായിട്ടേ കൊടുക്കണം അരി. അത് കുറെ. പിന്നെ അതിലൊട്ടിക്ക് എക്സ്ട്രാ എന്ത് വേണം കൊടുക്കുക, ഇറച്ചിയും കൊടുക്കണു, പൈസയും കൊടുക്കണു, എല്ലാം കൊടുക്കട്ടെ. ഈ ഈ കണക്കാകപ്പെട്ട 2 കിലോ 600 ചൊല്ലുന്ന അരി അത് അത്രമേ കൊടുക്കണം. അതിലൊട്ടിക്ക് എക്സ്ട്രാ ആയിട്ടുണ്ട് എന്തിനു വേണം കൂട്ടിയിട്ട് നല്ല നല്ല പൈസയും കൊടുക്കട്ട്, നെയ്ച്ചോറും നെയ്യും കൊടുക്കട്ട്, ഇത് എന്താണ് നെയ്യ് കൊടുക്കട്ട്, പൈസ എന്തിനു വേണം കൊടുക്കട്ടോ. അതിലൊട്ടിക്ക് കൊടുക്കണായ പ്രമാണം എത്ര ഒരാളുടെ പേരിൽ എല്ലാവർക്കും തൊഴിൽ പണ്ടേ ഞങ്ങൾ ശീലിച്ചു വന്നതാണ്. ഒരു 2 കിലോ 600, അതൊക്കെ 2 കിലോ 600. പിന്നെ മുദ്ദു ചൊല്ലി അളത്തെയാണ്. അളന്നിട്ടുള്ള മുദ്ര പാത്ര ഒറിജിനലായ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഉപയോഗിച്ച് ആ മുദ്ര പാത്ര
അത് കണക്കായിട്ടുള്ള നല്ല വിശ്വാസയോഗ്യമായ പാത്രം എന്നെങ്കിൽ അതിൽ 4 മുദ്ദു അങ്ങനെയാണ് കണക്ക്. അതിൽ 2 കിലോ 6 ഉണ്ടെങ്കിൽ പണ്ടേ ഞങ്ങൾ കേട്ടോ വന്ന വിഷയമാണ്. ഏതുമാവട്ടെ അതങ്ങൾ ഇതുപോലെ ആറും കൊടുത്തും നല്ല 2 കിലോ 6 2 കിലോ 3 കിലോ 2 കിലോ 800 അത് കൊടുത്തത്ര ആറ് കൊടുത്തത്ര നല്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് യാറെ കൊടിയായിട്ട് പോയിട്ട് പണ്ട വേണ്ട അടുത്തല്ല യാറെ കൊടുത്തും നല്ല ചെറിയ വ്യത്യാസമല്ലേ. ഏതാവട്ടെ അതുകൊണ്ട് 2 കിലോ 600 പ്രമാണത്തിലാണ് കൊടുക്കണത്. നിങ്ങൾ പഠിക്കുകയുള്ള വിഷയം കൊടുക്കുന്ന ടൈം. ഫിത്ർ സക്കാത്ത് കൊടുക്കൂടെ കറക്റ്റായ ടൈം എപ്പാ? ഫിത്ർ സക്കാത്ത് കൊടുക്കൂടെ കറക്റ്റായ ടൈം എപ്പാ? പെരുന്നാളിലെ മഗ്രിബ് അഥവാ പെരുന്നാളിലെ മുന്നത്തെ മഗ്രിബ്, ഷവ്വാലിന്റെ ആ 1ാമത്തെ ആ മഗ്രിബ്, ആ മഗ്രിബ് മുതൽ പെരുന്നാളിലെ മഗ്രിബ് തോലും. അതാണ് ഇതിന്റെ ടൈം. അപ്പോൾ ഇപ്പോൾ മാതക്കാണ്ട് ആ ടൈമിടെ ആ മഗ്രിബ് ഉണ്ടെന്ന് ചൊല്ലില്ലേ. റമദാന്റെ ലാസ്റ്റ് നോമ്പ് തുറക്കടെ ആ മഗ്രിബ്, റമദാന്റെ ലാസ്റ്റ് ആ നോമ്പ് തുറക്കടെ മഗ്രിബ്, അത് മുതൽ പെരുന്നാളിന്റെ മഗ്രിബ് തോലും 24 ഗಂಟೆ കൊണ്ട് ചൊല്ലാം ടൈം. അപ്പം അത്ര ടൈമു അയക്ക് അതിന്റെ ടൈമാണ് അതിൽ കൊടുക്കുന്ന ടൈം. ഇതാണ് അതിന്റെ ടൈം. ഏതൊക്കും എന്തിരിക്കട് ഒരു ജായിസായ ടൈം ഉണ്ടിക്കട്, പിന്നെ എന്തിരിക്കട് സുന്നത്തായ ടൈം ഉണ്ടിക്കട്, കറാഹത്തായ ടൈം ഉണ്ടിക്കട്, ഹറാമായ ടൈം പലതുമുണ്ട്. അപ്പോൾ ഇതിന്റെ ടൈം അതാണ്. പിന്നെ എന്താണ് റമദാന്റെ 1 മുതലേ കൊടുക്കണം കിടാറ്, റമദാൻ 10 കൊടുക്കണം കിടാറ്, റമദാൻ 27 കൊടുക്കണം കിടാറ്, കൊടുക്കാം തൊന്തരില്ല. റമദാൻ 1 കൊടുക്ക തുടങ്ങാൻ തൊന്തരയില്ല, റമദാൻ 27 കൊടുക്കാം, എല്ലാം കൊടുക്കാം തൊന്തരില്ല, ഇല്ല വിഷയമൊന്നുമില്ല. പക്ഷെ അവിടെ വേറൊരു വിഷയമുണ്ട്. ഈ ടൈമിടെ വേണ്ടി മുന്നൽ കൊടുത്തേണ്ടായെങ്കിൽ അങ്ങ് ഈ ടൈം ആകുമ്പോൾ അങ്ങ് എന്തായിട്ടിക്കോ തീരാം, അങ്ങ് വലിയ പൈസ തങ്ങാമ ഏറ്റവും കുറഞ്ഞ വലിയൊരു പൈസ തങ്ങ ഈ അർഹതയിൽ നിന്നിട്ടങ്ങ് പുറത്ത് വന്നങ്ങ അങ്ങനായിട്ട് ഉണ്ടാവില്ല. അത്രേ ഉള്ളു. അതിപ്പോൾ സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് ആ പെരുന്നാളാകുമ്പോൾ അങ്ങനെ അവിടെ കൊറടിയാണ്. അങ്ങനെ ഇപ്പം ആയിപ്പോയെങ്കിൽ ഏതെങ്കിലും ഒരു നിലക്ക് അങ്ങനെ ഫക്കീർ മിസ്കീന് കടാച്ചുള്ള അർഹതയിൽ നിന്ന് പുറത്ത് വന്നെങ്കിൽ ആവില്ലാണ്ട് അത്രയ്ക്ക് ഏതെങ്കിലും കൊടുക്കാം. തൊന്തര നിധിയത്തെല്ലാം കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കാം, തൊന്തരൊന്നുമില്ല. ഇനി പിന്നെ പെരുന്നാളിൻ്റെ ജാവും കൊടുക്കാം, അതും തൊന്തരില്ല. പെരുന്നാളിൻ്റെ ജാവും അതും കൊടുക്കാം, പെരുന്നാളിൻ്റെ ജാവും അതും കൊടുക്കാം. പെരുന്നാളിൻ്റെ ജാവിന് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ജാവല്ല, റമദാന്റെ ലാസ്റ്റും പെരുന്നാൾ പിറ്റാൻ പെരുന്നാൾ അവിടെ ആ ജാവ് അത് കൊടുക്കാം, തൊന്തരൊന്നും ഇല്ല. പിന്നെ നല്ലത് അതിൽ കൊടുക്കുകയുള്ളു. നല്ല ടൈം എപ്പാ? ഇത് പെരുന്നാളിലെ അണ്ടാണ് നല്ലത്. പെരുന്നാളിലെ അണ്ട് കൊടുക്കുന്നതാണ് നല്ലത്. മാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ചൊല്ലു ഈ വിഷയത്തിൽ ഫിത്ർ സക്കാത്ത് പെരുന്നാളിന്റെ പോൽമാണ് കൊടുക്കുക സുന്നത്താണ്. ലാ ഖബ്ലഹു മുന്നലല്ല അണ്ട് കൊടുക്കുക. എന്നിട്ട് എഴുത്തോളൂ നിസ്കാരത്തിന് കാണ്ടി മുന്നോളൂ, നിസ്കാരത്തിന് മുന്നോൾ, നിസ്കാരത്തിൽ പോകേണ്ട കാണ്ടി മുന്നോൾ കൊടുക്കുക. അതാണ് ഏറ്റവും ബെറ്ററായ ടൈം അതാണ് ഇബ്നു ഹജർ തങ്ങൾ ചൊല്ലത്. അതുപോലെ ഷാഫി മദ്ഹബിലെ ഇമാമികളെ ചൊല്ലത് അങ്ങനെയാണ്. ഏറ്റവും ബെറ്ററായ ടൈം അപ്പാണ്. പിന്നെ ഇനി പെരുന്നാളുണ്ട് സ്കാരത്തെ കാണ്ടി അപ്പറാക്കരുത്, അത് കറാഹത്താണ്. സ്കാരത്തെ കാണ്ടി അപ്പറാക്കരുത് കറാഹത്ത്. പക്ഷെ ഇബ്നു ഹജർ തങ്ങൾ ചൊല്ലു നാം യുസന്നു തഖീറുഹ അൻഹ ലിൻതിവാരി ഖരീബിൻ ഔ ജാരിൻ മാലം യഖ്റുജിൽ വഖ്തു. 6 പെരുന്നാളുണ്ട് നിസ്കാരത്തിൽ പിന്നെ തൊന്തരില്ല കൊടുക്കുക, സുന്നത്താണ്. എപ്പാ? കുടുംബത്തെങ്ങ നിരക്കരടങ്ങ അങ്ങനെ നിസ്കാരത്തിൽ പിന്നെയാണ് ഒത്തുകത്തരെ അങ്ങനെ കാത്തിട്ട് പിന്നെ കൊടുക്കടേക്ക് തൊന്തരില്ല, അങ്ങനെ കാത്തിട്ട് പിന്നെ കൊടുക്കടേക്ക് തൊന്തരില്ല. പക്ഷേ മാലം യഖ്റുജിൽ വഖ്തു ടൈം കലിയ തീറ. ഫിത്ർ സക്കാത്ത് ടൈം എന്നാണ് ഫസ്റ്റ് ഞാൻ ചെന്ന പോലെ എപ്പായിട്ടിക്കട് പെരുന്നാൾ മഗ്രിബ് ലാസ്റ്റാണ്. അപ്പം മഗ്രിബ് മുന്നലേ അതെന്താക്കണോ ബണ്ടെങ്കിൽ എടുത്ത് പോയിക്കോളൂ. മഗ്രിബിടെ കണ്ട് അപ്പുറം ഇല്ല, അതിലാണ്ട് മുന്നലേ എന്താവണോ ആ കൊടുക്കുന്ന വ്യവസ്ഥ അതാക്കണം, അങ്ങ് മുന്നിട്ട് എത്തണം, അതിൻ്റെ വ്യവസ്ഥ ആക്കണം. പെരുന്നാളുണ്ട് മഗ്രിബ് മുന്നലേ കൊടുത്തു വിടണം. ഇതാണ് ഫിത്ർ സക്കാത്ത്. അതിലാണ്ട് അപ്പുറം പിന്തിക്കരുത്, ഹറാമാണ്. മാത്രമല്ല പിന്നെ ഖളാ ആണ്. അത്ര വേഗം അതിൽ പിന്നെ കൊടുത്തു വിടും. പിന്നെ ലേട്ടാക്കോ തീരാ ആയിപ്പോയെങ്കിൽ അത്ര സ്പീഡിൽ അത് കൊടുത്തു വിടും. ഏതായെങ്കിലും ഫിത്ർ സക്കാത്ത് അതിൽ എന്താണ് പെരുന്നാളുണ്ട് സുബൈക്ക് ചെന്നല്ലേ, സുബൈക്ക് അതായത് ഏറ്റവും ശ്രേഷ്ഠമായ ടൈമാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ ടൈമാണ്. ഈ വിഷയത്തിലും ഇമാമികൾ ധാരാളം ചർച്ചയാക്കിയ വിഷയമാണ്. സാധാരണ ഏത് ഇബാദത്തും ബഹുമാനപ്പെട്ട ജമൽ മഹാൻ ചൊല്ലു വിഷയ
എന്തായിരിക്കുന്നത്? സാധാരണ ഇബാദത്ത് അന്നൽ അസ്ല ഫീ കുല്ലി ഇബാദത്തിൻ സുന്നൽ മുബാദറത്തു ബിഹ ഫി അവ്വൽ വഖ്തിഹ. സാധാരണ ഇബാദത്തിൽ എന്തായിരിക്കുന്നത്? അവ്വൽ വക്തില് അതിൽ ഇതാക്കുക സുന്നത്താണ്. അവ്വൽ വക്തില് അതിൽ അവ്വൽ വക്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അതിൽ ആക്കിയിട്ട് ഇവിടെ സുന്നത്താണ്. പക്ഷേ ചില വിഷയത്തിൽ ചില ഹിക്മത്ത് കൊണ്ടിട്ടു തെല്ലിലേട്ടാക്കും സുന്നത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടു ഫിത്ർ സക്കാത്തിന്റെ ടൈമും എന്താണ് വഹുവ അഫ്ളലു മിൻ ഇഖ്റാജിഹ ലൈലൻ. ജാവുകു അത് ഫിത്ർ സക്കാത്തിന്റെ ടൈം കടക്കിട് ജാവുക മഗ്രിബിക്ക് കൊടുക്കാം, മുന്നൽ തന്നെ മഗ്രിബിക്ക് പറഞ്ഞാൽ മുന്നൽ തന്നെ മഗ്രിബിക്ക് കൊടുക്കാം. എന്നെങ്കിലും നല്ല എന്താണ് ജാവ് കൊടുക്കുകയാണ് നല്ലത്. എന്തായിരിക്കട്ടെ പോൽമൺ അഥവാ സുബൈക്ക് ആ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സുബൈക്ക് ചെന്നുകൊണ്ട് ഉദ്ദേശം സുബൈക്ക് എന്താക്കടെ പോയിട്ട് അങ്ങാടി പോകണ്ടേ എടുത്ത പോകണ്ടേ കെട്ടാക്കടെ ഇതാക്കിയിട്ട് നിസ്കാരത്തോലാക്കി വേണ്ടിക്കൊണ്ടത് അടുത്തല്ല. എല്ലാ സാമാനും എടുത്ത വന്ന് കെട്ടാക്കടെ റെഡിയാക്കടെ പാക്കാക്കടെ ലിസ്റ്റ് എല്ലാം ഫസ്റ്റ് ആക്കി വീക്കടെ പിന്നാലെ മുന്നലെ അതെല്ലാം റെഡിയാക്കിയിട്ട് വീക്കടെ എന്താക്കടെ. എന്നിട്ട് അതിൽ പിന്നെ ആ കൊടുക്കുന്ന ടൈം ഒരു അരഗണ്ട വേണോ യാരെങ്കിൽ ഒരു ആയത്തിലല്ല കൊടുക്കുക, സാധാരണ ഒരു 3/4 ഗണ്ട അതൊന്നും സുബൈക്ക് നിസ്കരിച്ചിട്ട് പോയിട്ട് അങ്ങ് എത്തുപാട്ട് അത് അപ്പം എന്തെയ്ത്ത് എല്ലാ കൂലി കിട്ടി. ജാവ് കൊടുക്കാൻ തൊന്തരമില്ല, 27 കൊടുക്കുക 28 കൊടുക്കുക എല്ലാം കൊടുക്കുക തൊന്തരമില്ല. എങ്കിൽ അഫ്ളൽ അതും പാലിക്കുക ആവടു അതും തീരെ ശ്രമിക്കണുണ്ട് അത്ര. പിന്നെ ഇപ്പം ഞങ്ങൾ ശ്രദ്ധിക്കണായത് ചർച്ച ഫിത്ർ സക്കാത്ത് കൊടുക്കണായ ജാഗ എവിടെ? ഫിത്ർ സക്കാത്ത് കൊടുക്കണായ ജാഗ എവിടെ? ഫിത്ർ സക്കാത്ത് കൊടുക്കണായ ജാഗ എവിടിക്കിട അവിടെയാണ്. ഫിത്ർ സക്കാത്തിന് നിർബന്ധമായ ടൈം മഗ്രിബ്. അപ്പൊ അങ്ങനെ ആ ടൈമില് അങ്ങ് എവിടിക്കിടാറ് അവിടെയാണെങ്കിൽ ഫിത്ർ സക്കാത്ത് എന്താക്കണായത് കൊടുക്കണായത്. അപ്പോ അതുകൊണ്ടിട്ടു ഇപ്പൊ ഗൾഫിലേക്ക് ഇടാറ്. ഗൾഫിലെ ഫിത്ർ സക്കാത്ത് ഗൾഫിലെ കൊടുക്കട് പ്രായത്തിൽ പ്രായത്തിൽ കൊടുക്കട് കൊടുക്കട് അങ്ങ് എവിടെയുള്ളവർ നോക്കിയിട്ടും മാത്രമല്ല ആരെ പേരെന്നാ കൊടുക്കട് അങ്ങ് എവിടെയുള്ളവർ അങ്ങനെയാണ് കൊടുക്കട്. ഇപ്പൊ ഗൾഫിൽ ഇപ്പോൾ ഒരു ഔത്രേച്ചമാണ് ഗൾഫിലുള്ളത്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് ഗൾഫിൽ കൊടുക്കട് ഉള്ള ജാഗയില് സൗദിയിൽ കൊടുക്കണം. അവിടെ പെഞ്ഞായി മക്ക അബ്ബാൽ ഊടുള്ളേ പ്രായത്തുള്ളേ എന്നുണ്ടായെങ്കിൽ എന്താക്കണു പ്രായത്ത് കൊടുക്കണു. ആരത് പെഞ്ഞായി മക്കൾ അമ്പടുത്ത് പ്രായത്തിൽ കൊടുക്കണു. പെഞ്ഞായി മക്കൾ അമ്പടുത്ത് പ്രായത്തിൽ കൊടുക്കണേ. അതേപോലെ മങ്ങിലായിട്ട് പോയിട്ട് കിടാറ്. അപ്പൊ അങ്ങനത്തെ എല്ലാം ഇവിടെ കൊടുക്കട്. അല്ലെങ്കിൽ അങ്ങ് പോയിട്ട് ഇപ്പം വന്നിട്ട് കിടാറ് തവറ മണ്ണിലിക്കുവാറ് അല്ലെങ്കിൽ ഉള്ള മാപ്പിളയുടെ ഊത്തിലിക്കുവാറ്. അപ്പൊ മൊത്തത്തിൽ ആ ടൈമില് ഈ നിർബന്ധമാവിടെ ആ ടൈമില് എവിടിക്കിടാറാ നിർബന്ധമാവിടെ എന്താണ് ഷവ്വാൽ ഒന്നു അഥവാ പെരുന്നാളെ മുതൽ തന്നെ മഗ്രിബ്. അപ്പൊ ആ ടൈമിൽ ഓടിക്കിടാറ് അതിനെ മേൽ ഡിപ്പെൻഡ് ആയിട്ടാണ് കൊടുക്കൽ വിതരണാക്കണായ അത് ജാഗ്യ. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണ ഒരു വിഷയമാണ്. ഇനി സക്കാത്തിലെ ഷർത്തുങ്ങ സക്കാത്തിലെ ഷർത്ത് ജണ്ടുണ്ട്. അത് ഫിത്ർ സക്കാത്ത് കൊണ്ട് എല്ലാ സക്കാത്ത് കൊണ്ടും ഷർത്താണ്. ഈ 2 ഷർത്ത് പാലിച്ചിട്ടില്ലെങ്കിൽ സക്കാത്ത് സമാവില്ല. അപ്പോൾ ഒന്നുമില്ല നിസ്കരിച്ചെങ്കിൽ നിസ്കാര സമാവാണ്. അതേപോലെ സക്കാത്തിലെ ഷർത്ത് പാലിക്കാണ്ട് സക്കാത്ത് കൊടുത്ത് തന്നെ സക്കാത്ത് സമാവില്ല. അപ്പൊ സക്കാത്തിലെ ഒന്നാമത്തെ ഷർത്താണ് നിയ്യത്തും ഖൽബിൻ, ഹൃദയത്തിൽ നിയ്യത്ത് വയ്ക്കണേ. അപ്പൊ എന്താക്കടേ ഇത് നന്റെ നിർബന്ധമായ ഫിത്ർ സക്കാത്താണ്. അല്ലെങ്കിൽ നന്റെ പെഞ്ഞായിര് നന്റെ മക്കള് നന്റെ അബ്ബട് നന്റെ ഉമ്മട് അതുപോലത്തെ ആരെല്ലാം ഇതാക്കടാറ അതിലെല്ലാം പെടുത്തിട്ടുള്ള ഇങ്ങനെ ഫിത്ർ സക്കാത്താണ് ചെന്നിട്ടുള്ള ഒരു നിയ്യത്ത് വയ്ക്കണേ. നിയ്യത്ത് സക്കാത്ത് കൊടുക്കുമ്പേ അപ്പമേ നിയ്യത്ത് വയ്ക്കൊണ്ടെന്തില്ല. അരിയെടുത്ത അരിയെല്ലാം എടുത്താൽ വന്നിട്ട് ഒട്ടാക്കിയിട്ട് പിന്നെ ഒരു നിയ്യത്ത് വയ്ക്കണേ. ഇത് നന്റെ നിർബന്ധമായ ഫിത്ർ സക്കാത്താണ് ചെന്നിട്ട് എന്താക്കടേ അവിടെ ഒരു നിയ്യത്ത് വയ്ക്കടേ. പിന്നെ അതിന് വിത്തരണാക്കടേ. പിന്നെ വിത്തരണാക്കുക പിന്നെ നിയ്യത്ത് വയ്ക്കൊണ്ടെന്നില്ല. ഓർക്കാണ് നിയ്യത്ത് വെച്ചെങ്കിൽ മയ്യാവും. ജന്നാമത് ഷർത്താണ് മുസ്തഹഖീങ്ങൾക്ക് കൊടുക്കണോ. മുസ്തഹഖീങ്ങൾക്ക് കൊടുക്കണോ. മുസ്തഹഖീങ്ങൾ സക്കാത്തിലെ അവകാശമാണ് കൊടുക്കണോ. അവകാശിങ്ങൾ ചൊല്ലുമ്പോൾ അത് അവകാശികമേ ആവണം. അത് വ്യക്തിയായിരിക്കണം. സംഘടനകൾക്ക് കൊടുക്കാവില്ല, സ്ഥാപനങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാവില്ല, അല്ലെങ്കിൽ ഒരു പള്ളികളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കടേ അതാവില്ല. അപ്പൊ അത് അങ്ങനത്തെ ഏതോ അല്ല, അത് വ്യക്തിങ്ങ അതാണ് ഇതിൽ മെയിനായിട്ട് വിശേഷം ശ്രദ്ധിക്കണമായത്. അപ്പൊ ഏതായെങ്കിലും അങ്ങനെ ഫിത്ർ സക്കാത്തിന് അവകാശിയായിട്ട് പരിശുദ്ധമായ ഖുർആൻ ചെന്ന് ഫിത്ർ സക്കാത്തും എല്ലാ സക്കാത്തും 8 കൂട്ടറാണ്.
ഈ 8 കൂട്ടറിൽ സാധാരണ ഞങ്ങളുടെ രാജ്യത്തല്ല കിട്ടുക സാധ്യതയുള്ളത് ഒരു 3 കൂട്ടർ എങ്ങനെ കിട്ടാറ്. ഫക്കീർ, മിസ്കീന്, കട. അതിൽ പിന്നെ കിട്ടുക സാധ്യതയുള്ളത് പുതുവിശ്വാസിമാർ, ഇസ്ലാം ദീനിക്ക് വന്നിട്ടുള്ള മനസ്സ് ഈമാൻ അടിവറക്കാത്ത പോലത്തെ ആൾമാർ. ഒരു ഗട്ടി ഈമാൻ ഗട്ടിയാവാണ്ടുള്ള. പിന്നെന്നുള്ളതാറ് ഹലാലായ യാത്ര, സുന്നത്തായ യാത്ര, നിർബന്ധമായ യാത്ര, ഇതുപോലത്തെ യാത്രയൊക്കെ ഒരുങ്ങിട്ട പൈസ ഭർത്തിയാവാത്ത, അല്ലെങ്കിൽ വന്നിട്ട് പിന്നെന്തായിട്ടില്ല, അല്ലെങ്കിൽ വന്നിട്ട് കുടുങ്ങി രാജ്യത്തേക്ക്, അങ്ങനത്തെ മുസ്ലിമിക മാത്രമൊക്കെ അവകാശം ആയിട്ട് അവിടെ. ഈ രണ്ട് ചിലപ്പോൾ ഒരു രാജ്യത്ത് കിട്ടുക സാധ്യതയ്ക്കും തൊന്തര അങ്കും കൊടുക്കാം. അന്ത് 3 സാധാരണ എല്ലാ രാജ്യത്തിലും കിട്ടതാണ്. ഒന്ന് ഫക്കീർ, മിസ്കീന്, കടവുള്ള. അപ്പൊ ഈ അർഹന്മാർ, ഈ മുസ്തഹിക്ക് ഇങ്ങക്ക് സക്കാത്ത് കൊടുത്താൽ മാത്രമേ സക്കാത്ത് അവിടെ. ഇങ്ങക്ക് കൊടുത്താൽ മാത്രമേ സക്കാത്ത് അവിടെ, അല്ലാത്തങ്ങൾക്ക് കൊടുത്തും സക്കാത്ത് ആവില്ലേ. അർഹന്മാരല്ലാത്തങ്ങൾക്ക് സക്കാത്ത് കൊടുത്തും സക്കാത്ത് ആവില്ലേ, സമമേ ആവില്ലേ. അത് നിങ്ങൾ എന്താക്കണോട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാനോട്. അർഹ അല്ലാത്തങ്ങൾക്ക് നിങ്ങൾ സക്കാത്ത് കൊടുത്തെങ്കിൽ സക്കാത്ത് സമമാവില്ലേ. അപ്പൊ പണ്ട് ആദത്തുണ്ടു അവിടെ കൊടുക്കൂ, കൂടെ കൊടുക്കൂ എന്നെങ്കിൽ എന്താക്കട ഇപ്പണങ്ങ ഒബ്ബക്കാർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിരിയങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആവത്തുകൂ ഏവത്തുകൂ. അപ്പൊ ഈ ഏവത്ത് ഇപ്പം കൊടുക്കണേ, അതേത് സാധാരണ വേറെന്തും കറി കൊടുക്കൂടെ. ഫിത്ർ സക്കാത്തിൽ നിർബന്ധമായ അരി അത് ഈ അർഹന്മാരായ 8 കൂട്ടറിൽപ്പെട്ട അല്ലാത്തങ്ങൾക്ക് കൊടുത്തെങ്കിൽ ആ സക്കാത്തെ സമാവില്ല, ആ സക്കാത്ത് സമാവില്ല. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണോ. അതിലിപ്പോൾ ഫക്കീർ എങ്ങനെ എടുത്താക്കാം. എല്ലാവരും ഗൊന്തിക്കു ആയെങ്കിൽ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി ചൊല്ലത്. ഫക്കീർ ചെന്നെങ്കിൽ ഒരു മനുഷ്യക്ക് ഒരു നാളത്തേക്ക് 100 രൂപ ചിലവ് ആവശ്യമുണ്ട്. ഉദാഹരണക്ക് ഓങ്കതിൽ 100 രൂപ ആവില്ല, അല്ലെങ്കിൽ കിട്ടത്ര ഒരു 20 രൂപ 30 രൂപ കിട്ടേ. അത്ര വേറെ കടത്തിൽ എന്തെല്ലാം ആയിട്ട് പോകണ്ടേ. അതാണ് ഒരു ഫക്കീർക്ക് ഉദാഹരണം. കടുപട ഒരു ചൊല്ലാം. മിസ്കീന് ചെന്നിങ്ങനെ ഒരു ബടവ കടുവല്ല. അപ്പൊ എങ്ങനെ ഒരു നാൾക്ക് 100 രൂപ ആവശ്യമുണ്ട്. ഓങ്കു എല്ലായിട്ട് എടുത്തിക്കിട്ട് 70 രൂപ അല്ലെങ്കിൽ 80 രൂപ, പിന്നെ 20 രൂപ കഷ്ടത്തിൽ ഇതിരെ ഈ 80 രൂപ വലിച്ചോണ്ട് 300 പോണ്ട് ജീവൻ ആക്കിയോ പോണ്ട്. അങ്ങനെ മിസ്കീന് ചൊല്ലാം. കടാശെന്നെങ്കിൽ എന്തായിട്ട് ഓണ്ട് ആവശ്യത്തേക്ക്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഹലാലായ ആവശ്യത്തേക്ക്, ഇതുപോലത്തെ നല്ല വിഷയത്തേക്ക് കൊണ്ട് എന്താക്കിയ കട എടുത്തിട്ട് ഓൺ കടായിട്ട് കടക്കാരനായില്ല. പക്ഷെ ഓണക്ക് അതിൽ കട തന്നു പാറ്റ പോലത്തെ കൊണ്ടിട്ട് എന്തെങ്കിലും പേരില്ല എന്നും കാണും കടക്കാരനെ വിടും. ഇല്ലെങ്കിൽ കട ഈ ലോകത്ത് ഇപ്പം ഇല്ലാത്ത കാറിയില്ല. അപ്പൊ ഈ നിലക്കുള്ള അല്ലാണ്ട് നിങ്ങൾ ഔത്തിക്ക് ബന്ധങ്ങ ഒരു ഔത്തുക്ക് ബന്ധ ഇത് ഫക്കീർ കേട്ട ബന്ധ അത് നോക്കിയിട്ടല്ല, അങ്ങനല്ല അങ്ങനെ കൊടുക്കണ്ടല്ല. അതെടുത്ത അത് മാത്രമേ ഫക്കീറുണ്ടു അല്ല, അങ്ങനെ എല്ലാവരും ഫക്കീറുണ്ടല്ലോ. അതിനങ്ങ് ഗുന്താവില്ല. അതിനങ്ങ് ഒത്തിരി വ്യക്തി നോക്കിയിട്ടാണ് ഗുന്ത കൊടുത്തു. 6 ഫക്കീർ 6 മിസ്കിൻ ഗുന്തിക്കിട് കേട്ടിട്ട് അറിഞ്ഞിട്ട് അങ്ങനെ ഗുന്തിക്കിട്. അപ്പോൾ ഏതായെങ്കിലും അങ്ങനെ മൊത്തത്തിൽ ഔത്ത് ബന്ധങ്ങൾ കൊടുക്കുന്നു, അങ്ങനത്തെ വിഷയം ഒന്നും ഇല്ല. അത് കണ്ടുപിടിച്ചിട്ട് പോയി കൊടുക്കൂടെ, അതെല്ലാം നല്ലതാണ്. അപ്പം ഗുന്തിക്കിട് ഫക്കീർ 6 മിസ്കിൻ 6 കട എന്നെ ഗുന്തിക്കിട്. അപ്പം അങ്ങനെ അപ്പം എന്താവണം, ഈ അവകാശിമാർക്ക് ഈ മുസ്തഹഖ് അവകാശിക്ക് കൊടുക്കണം, അല്ലാത്തങ്ങൾക്ക് കൊടുക്കുകയില്ല. കണക്ക് പോലെ ഫിത്ർ സക്കാത്തിൽ എല്ലാ സക്കാത്ത് പോലെ കുറെ കണക്കെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും മുഖ്താർ ജമാഅത്തും അയിമ്മത്തിന ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളും അതുപോലെ മഖ്തൂബ് ഞങ്ങളുടെ ഫത്തുൽ മീനിലുള്ള ചെന്ന വിഷയമാണ്. ഞങ്ങളെ ഇമാമിങ്ങൾ കൊട്ട ഒരു കൂട്ടം പണ്ഡിതന്മാർ മുഖ്താറാക്കിയാറ് ജവാസ സർഫിൽ ഫിത്റതി ഇലാ 3 മസാക്കീന വഗൈരിഹിം. ഫിത്ർ സക്കാത്തിന് 3 മിസ്കീന്മാർ കൊടുക്കട്, അല്ലെ 3 ഫക്കീർമാർ പോലത്തെ കൊടുക്കണേ, മുസ്തഹിഖിന് അവകാശങ്ങളിൽപ്പെട്ട 3 ആൾ കൊടുക്കട്. അതും അവിടും ചെന്നിട്ട്. അപ്പൊ അതിന്റെ പ്രകാരം ഞങ്ങൾ എന്താക്കട ഒന്ന് സ്വന്തം ഒന്നിനുമേ 3 ഓതിയായി കൊടുക്കട്, അല്ലെങ്കിൽ റൗത്തിർ കൊടുക്കട്. ഇതിനുമേ ഞങ്ങൾ എന്താക്കടേ ഒരു റാശി ഇട്ടിട്ട് അതിന് 3 ഓതിയായി, 3 മിനിമം 3 പിന്നെ അരത്തിരൗട് അങ്ങനെ കൊടുക്കട്. അങ്ങനെ എന്താ അങ്ങനെയുള്ള ആദ്യത്താക്ക ആ നിലക്കല്ലാക്കാം. മൊത്തത്തിൽ എന്തായിട്ടിക്കണം, ഞങ്ങളെ ഒരു സക്കാത്ത് പൂർണ്ണമായ നിലക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ആയിട്ട് പിറകു പിന്നെ ശ്രമിക്കണു. പിന്നെ അതിൽ പിന്നെ ഒരു വിഷയം വക്കാലത്ത് ഞങ്ങളെ ഫിത്ർ സക്കാത്ത് ഞങ്ങളെ കുടുംബത്തെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ബാരങ്ങളെ ഏൽപ്പിക്കട്ടെ. ഗൾഫിലുള്ള കാണുകയാണ്. അത് ആരാന്ന് കൊടുക്കിടാറ്, പൈസ കടത്തി വിട്ടിട്ട് അങ്ങനെ ഇതാക്കട്ടെ, അങ്ങനത്തെ അല്ല. അത് കാര്യം ഒരാളെ ഏൽപ്പിക്കട്ടെ. എൻ്റെ പെഞ്ഞായി മക്കളെ അങ്ങനെ സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്നാണ് ഏൽപ്പിച്ചത്. അങ്ങനെ അതിലാണ് എത്ര വിഷയം വിതരണത്ത് കൈക്കെല്ലാം ഉണ്ടാക്കട്ടെ ഒരാളെ ഏൽപ്പിച്ച് വിട്ടേ. അപ്പം എന്താവിടും ആ സ്വര തീരും. അത് കാലി അങ്ങ് ആക്കിടല്ലേ പല പൈസ കൊടുത്ത് വിട്ട് പോയാൽ ഉണ്ടല്ലോ. അത് കറക്റ്റായ വക്കാലത്ത് വേണം. വക്കാലത്ത് കൂടാ എപ്പാ അത് റമദാനിൽ ആ പാട്ടയലൊക്കെ വക്കാലത്തെ ആക്കി ഇതാവണ്ടില്ല. എപ്പാ ഇത് പെരുന്നാൾ ചാവണം അങ്ങനത്തെ കണക്കെന്തും ഇല്ല. ഒരു ഫോണിൽ ഇങ്ങനെ ചെന്നും വിട്ട് കറക്റ്റ് ബിറിയ പോലത്തെ കിട്ടാൻ പ്രത്യേകിട്ട് ആ വിശേഷം തരും.
എന്തിനുണ്ടായെങ്കിൽ അങ്ങനെ അതൊക്കെ ഇതായതുകൊണ്ട് എന്തില്ല എപ്പാ നിങ്ങളെ മാതകം ഇട്ടാവണം അങ്ങനത്തെ വിഷയം എന്തും ഇല്ല. പിന്നെ ഷവ്വാല മാതകം അങ്ങനത്തെ വിഷയം എന്തും ഇല്ല. അങ്ങനെ ഏൽപ്പിച്ചുകൂടാ. മൊത്തത്തെ ഏൽപ്പിക്കലൊന്ന് പ്രത്യേകിച്ച് നടക്കണം. ഇന്നൊരു ഔത്തുല് ഷമ്മാൽമാർ ഇക്കിടാറ് ഒരു യജമാനോ ബാക്കിയുള്ള ചെലവർക്ക് നിർബന്ധമായ അല്ലാത്ത ഇക്കിടാറ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു റാശി ഇട്ടിട്ട് എന്താക്കട് സക്കാത്ത് വിതരണാക്കട് അതുമാക്കാം. പക്ഷെ ആ ടൈമിലുള്ള എന്ത് ശ്രദ്ധിക്കണോ, അതിൽ ആരാണ് ഈ അവകാശി കൊടുക്കൂ ആർക്കാണ് നിർബന്ധമില്ല, ആർക്ക് സ്വന്തമായിട്ട് നിർബന്ധമുണ്ടോ അങ്ങനെയുള്ള പ്രത്യേകമായിട്ട് എന്താക്കണോ സമ്മതം എടുക്കണം. ഇതിരാക്കല വക്കാലത്ത് സമ്മതം അതെല്ലാം എടുത്തോളൂ. അപ്പോൾ അങ്ങനെ വെച്ചോണ്ട് താനുണ്ട് സക്കാത്തിലെ നീയത്ത് കഴിക്കൽ നിങ്ങൾ ഏൽപ്പിച്ചാൽ അത് മയ്യാവും. നീയത്ത് കൂടെ ഒരാളെ ഏൽപ്പിക്കുക. ആ യജമാൻ്റെ ഒരു യജമാൻ്റെ ഏൽപ്പിക്കടേ ഇതിൽ എടുത്തവർക്കും നീയത്തുകളിൽ നിങ്ങൾ ഏൽപ്പിച്ച് തൻ്റെ പേര് തൻ്റെ പെഞ്ഞായുടെ പേര് മക്കളുടെ പേര് നിങ്ങൾ ഏൽപ്പിച്ചാൽ പൈസ കൊടുത്തിട്ടാ എന്തെങ്കിലും ഏൽപ്പിച്ച് വിട്ടു. അപ്പോൾ പലരെ ഏറ്റെടുത്തിട്ട് അരിയെടുത്ത വേണ്ട നാട്ടിൽ അരിയെടുത്ത വന്നിട്ട് ഓരോരുത്തർ 30 കിലോയിട്ട് ഭരിക്കാം. 30 കിലോ റാശിയില വലിപ്പില്ല ഇത് നണ്ട് ഇത് അരിയെടുത്ത വന്നാൽ പിന്നെ ഇത് നണ്ടത് എൻ്റെ പെഞ്ഞായിട്ട് എൻ്റെ മക്കൾ ആ മക്കൾ ഇങ്ങനെ ചെന്നിട്ട് എല്ലാം ഞങ്ങൾ വെറുതെ ഫിത്തർ നീയത്ത് വീക്കട് തീന്തോടെ നീയത്ത് പിന്നെ അതിലെന്താക്കടെ പ്രായത്തെ ചുറ്റുഭാഗത്തെ ഫക്കീറ മിസ്കീന് കട അതുപോലെ തന്നെ കണ്ടുപിടിച്ചിട്ട് പല ഇതായിട്ട് കൊടുക്കട്. അല്ലാണ്ട് ഒത്തരമേ ഫിത്തർ സക്കാത്തിന് 3 ഓതിയാക്കണം അങ്ങനത്തെ കണക്കൊന്നും ഇല്ല. ഈ റാശി കൂടിയിട്ട് ഈ റാശിലുമേ പല 5, 10 എത്ര ഓതി ഇതുള്ള ആക്കണം ഓതിയാക്കി കൊടുക്കാം. പക്ഷേ മൊത്തത്തിൽ അവിടെ ശ്രദ്ധിക്കണമായത് കൊടുക്കപ്പെടേണ്ട ആൾ എടുക്കേണ്ട ആൾ സക്കാത്തിന് അവകാശിയായി അർഹപ്പെട്ട ആളായിരിക്കണം. ഫക്കീറ മിസ്കീന കട പോലത്തെ അർഹപ്പെട്ട ആളായിട്ട് വേണം. അല്ലാത്ത കൊടുത്തതിന് സമമല്ല. ഏതുമാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ സക്കാത്ത് അള്ളാഹു പൂർണ്ണമായ നിലക്ക് സ്വീകരിക്കട്ടെ. ഞങ്ങളെ അമലെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ചെന്ന പ്രകാരം ദീൻ ചെന്ന പ്രകാരം എല്ലാം പഠിച്ചിട്ട് അതേപോലെ ആക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെത്തിട്ട് അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലും മൗത്തിലും നിങ്ങൾ എല്ലാ വിഷയത്തിലും അള്ളാഹു ബറക്കത്തിന് ഏറ്റി തരട്ടെ. അതുപോലെ പ്രത്യേകിച്ചിട്ട് പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ പഠിച്ച എല്ലാ നോമ്പുകളും അള്ളാഹു സ്വീകരിക്കട്ടെ.